എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ അപർണ. അപ്പോൾ ഇന്ന് കർക്കിടകം സീരീസിൽ മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം നോക്കാം. ടെക്സ്റ്റൽ റെഫറൻസിൽ പറയുന്നത് തതോ നാവന ഗണ്ടൂഷ ധൂമ താമ്പൂല ചർവണം എന്നാണ്. അപ്പോൾ ഇന്നത്തെ സിനാറിയോയിൽ നമുക്കത് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളത് നോക്കണം. എന്നാലും ഇപ്പോൾ നാവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നസ്യം ചെയ്യാനാണ് പറയുന്നത്. അതായത് മൂക്കിൽ കൂടെ മെഡിക്കേറ്റഡ് ഓയിൽ ഒഴിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നസ്യം എന്ന് പറയുക. വലിയൊരു പ്രൊസീജിയറാണ്. സിമ്പിളായിട്ട് ഇപ്പോൾ ഇവിടെ പറയുന്നു എന്ന് മാത്രം. പിന്നെ ഗണ്ടൂഷം എന്ന് വെച്ചാൽ 2 ടൈപ്സ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഓയിൽ പുള്ളി അഥവാ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കഷായങ്ങൾ അത് വായിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ മുമ്പിൽ ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, ഓയിൽ പുള്ളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ താമ്പൂല ചർവണം, താമ്പൂലം എന്ന് വെച്ചാൽ വെറ്റിലയാണ്, അത് ചവയ്ക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പം ഇതിൽ നമുക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ഇത് പ്രയോജനപ്പെടുത്താമെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പോ പിമ്പോ ആയിട്ട് നമുക്ക് ഓയിൽ പുള്ളിങ് ചെയ്യാം. അത് ഓയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെഡിക്കേറ്റഡ് കഷായങ്ങൾ വെച്ചിട്ടോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മോഡേണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക, മൗത്ത് ജെല്ലും അങ്ങനത്തെ സാധനങ്ങൾ, മൗത്ത് വാഷൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് നമുക്ക് ഏകദേശം ഒന്ന് താരതമ്യം ചെയ്യാം. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നൊരു സമ്പ്രദായമാണ്. പക്ഷേ ഓയിൽ പുള്ളിങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് പ്രായോഗിക ജീവിതം ചെയ്തിട്ട് നമുക്ക് പ്രാക്ടീസിൽ ഭയങ്കര ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്, സ്വയം ഉപയോഗിച്ചതിലും. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. താങ്ക്